കമന്റ് ഈ ഒരു പുണ്ടച്ചി മോള് അല്ലെങ്കിൽ കമന്റ് ഇട്ടത് അല്ലെങ്കിൽ മോൻ കമന്റ് ഇട്ടത് അതുകൊണ്ട് ഇത് കഴിയുമ്പോൾ മോള് അല്ലെങ്കിൽ കമന്റ് ഇട്ടത് അല്ലെങ്കിൽ മോൻ കമന്റ് ഇട്ടത് അതുകൊണ്ട് ഇത് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും. കാരണം ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസിലെ ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു ഈ അഭിലാഷ് എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ആള് ഭയങ്കര ഒരു ഡാൻസർ ഒക്കെ തന്നെയാണ്. ഇപ്പം യൂട്യൂബിലൊക്കെ ഡാൻസ് വീഡിയോസ് അവർ ഹസ്ബൻഡും വൈഫും കൂടെ ഇടുന്നതാണ്. ശ്രീകുട്ടി എന്നാണ് വൈഫിൻ്റെ പേര്. അപ്പോൾ ഈ പെൺകുട്ടി ഇപ്പോൾ പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ റീസെൻ്റ്ലി ഇവരൊരു ഫോട്ടോഷൂട്ട് വീഡിയോസ് ഫോട്ടോസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സോ അതിന് കുറേ നെഗറ്റീവ് കമൻറ്റുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കമൻറ്റിനുള്ള റിപ്ലൈ ഇവർ കൊടുക്കുന്നതാണ് ഗൈസ്. സോ എനിക്ക് ഇതിനകത്ത് നമുക്കിപ്പം നെഗറ്റീവ്സ് വരുമായിരിക്കും. അപ്പോൾ ആ നെഗറ്റീവ്സിന് നമ്മൾ കമൻസുകൾ കൊടുക്കുമായിരിക്കും. അതൊക്കെ ഫൈൻ, ദാറ്റ്സ് ഫൈൻ. പക്ഷേ ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാര്യനെ, അതായത് ഈ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു ഭാര്യനെ അടുത്തിരുത്തിക്കൊണ്ടാണ് ഈ പറയുന്ന തെറിയും മറ്റുള്ള കാര്യങ്ങളും എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ അത് അവരുടെ കുട്ടി കേൾക്കും എന്നുള്ള ഒരു, അല്ലെങ്കിൽ ആ കുട്ടി ഈ ഒരു സിറ്റുവേഷനിൽ കൂടി, അല്ലെങ്കിൽ ഈ ഭർത്താവ് പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ആ വൈഫ് പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നു എന്നുള്ളത് ഇവർക്ക് മനസ്സിലാക്കാനുള്ള കഴിവില്ലേ? അതിനെയാണ് ഞാൻ ഇന്ന് വിമർശിക്കാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ അവർ പറഞ്ഞ കാര്യങ്ങളെയോ അല്ലെങ്കിൽ അവരിട്ട ഫോട്ടോയിനെയോ ഒന്നുമല്ല. ഇപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇവർ ഫോട്ടോസ് ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരുപാട് റിയാക്ഷൻ ചാനലുകൾ ഇവർക്കെതിരെ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് നെഗറ്റീവ്സ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കതൊന്നും നെഗറ്റീവ് റിയാക്ട് ചെയ്യാൻ വേണ്ടി തോന്നിയിട്ടില്ല. കാരണം അത് അവരുടെ ഇഷ്ടമാണ്. എന്ത് കാണിക്കണം, എങ്ങനെ കാണിക്കണം എന്നുള്ളതൊക്കെ അവരുടെ ഇഷ്ടമാണ്. ഫോട്ടോസൊക്കെ അവർ ഷെയർ ചെയ്തത് ദാറ്റ്സ് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട്. പക്ഷേ എനിക്ക് തോന്നിയില്ല അത് റിയാക്ട് ചെയ്യണം എന്ന് തോന്നിയില്ല. പക്ഷേ ഒരുപാട് നെഗറ്റീവ് കമൻസുകൾ വന്നിട്ടുണ്ട്. ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് കമൻസുകൾ ഇവർക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഇവർ ചെയ്യുന്നത് അതിനേക്കാൾ വലിയൊരു കാര്യമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനേക്കാൾ വലിയൊരു നെഗറ്റീവാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഇവർ മനസ്സിലാക്കുന്നില്ല. സോ എന്തായാലും നമുക്ക് കുറച്ച് ക്ലിപ്പുകളൊന്ന് കണ്ടു. ഞാനും ജനിച്ചു വന്നത് ഇതേപോലെ ഒരു വയറ്റിൽ നിന്നാണ് ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരും ജനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. പിന്നെ ഈ വീർത്തിരിക്കുന്ന ഇത്രയും വലുതായിട്ടുള്ളൊരു വയറ് നോക്കിയിട്ട് പറയാൻ പാടുള്ളതാണോ പറയാൻ പാടില്ലാത്തതാണോ എന്നറിയത്തില്ല. കുറെ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിൽ കുറെ കുലസ്ത്രീയും കുല പുരുഷന്മാരും കൂടെ ഇരുന്നിട്ട് യൂട്യൂബിൽ കിടന്ന് കൊണ അടിക്കുന്നുണ്ട്. അത് നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. കമന്റ് സെക്ഷൻ മാത്രമേ നമ്മളിപ്പോൾ പറയുന്നുള്ളൂ. അല്ല വീഡിയോ ചെയ്യുമ്പോൾ അവരവരുടെ പറയുന്ന പോലെ അതിപ്പോ നമുക്ക് അതിനെ കുറിച്ച് റിലേറ്റ് ചെയ്യാം. അവർക്ക് അറിയാം എങ്ങനെ ട്രെൻഡ് മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ കുറെ പേര് ഇങ്ങനെ കുലപുരുഷന്മാരായിട്ട് നിന്നാലേ അവർക്ക് ചിലപ്പോൾ ബിഗ് ബോസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ കയറി പോകാനൊക്കെയുള്ള കണ്ടന്റും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ കുറെ സാധനങ്ങൾ. അപ്പോൾ അത് നമ്മൾ പ്രതികരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും വഴക്കും കാര്യങ്ങളും ആ രീതിയിലുള്ള സംഭവങ്ങളൊക്കെ ആവുമല്ലോ. മേ ബി അതൊക്കെ കണ്ടിട്ടായിരിക്കും നമ്മൾ അതുകൊണ്ട് ആ ഒരു സാധനങ്ങൾ പ്രതികരിച്ചിട്ട് അവന്മാർക്കോ അല്ലെങ്കിൽ അവളുമാർക്കോ വൈറലാക്കി കൊടുക്കാനുള്ള ഇവർ പറഞ്ഞ ഈ ഒരു സ്റ്റേറ്റ്മെന്റിനോട് ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല. ഇപ്പം നമ്മൾ ഈ റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ റിയാക്ട് ചെയ്യുന്നവരെന്താ ബിഗ് ബോസിൽ കയറാനാണോ? എല്ലാവർക്കും ബിഗ് ബോസിൽ കയറണം എന്നുള്ളൊരു ഇതുകൊണ്ടാണ്. മേ ബി അതൊരു ആഗ്രഹം ഉണ്ടായിരിക്കും. നമ്മൾ ചിലപ്പോൾ ട്രൈ ചെയ്യുമായിരിക്കും. പക്ഷേ നമ്മൾ ഈ റിയാക്ഷൻ ചെയ്യുന്നത് ഒരിക്കലും ബിഗ് ബോസിൽ കയറാൻ വേണ്ടിയിട്ടൊന്നും അല്ല. ഈ ഒരു സംഭവം വെച്ചിട്ട് ബിഗ് ബോസിൽ കയറാൻ വേണ്ടിയിട്ടൊന്നും ആരും ചെയ്യുന്നതായിട്ട് എനിക്കറിയത്തില്ല. കാരണം നിങ്ങൾ എന്തുകൊണ്ടാണ് കുറേ ആൾക്കാർ വന്നിട്ട് ഈ റിയാക്ഷൻ ചാനലുകാരെ ഭയങ്കര ഇതായിട്ട് പറയുന്നുണ്ട്. അതായത് നമ്മളിപ്പം ഇവരെക്കുറിച്ചൊരു പോസിറ്റീവാണ് പറയുന്നതെങ്കിൽ ഭയങ്കര റിയാക്ഷൻ ചാനലുകാർ അടിപൊളിയാണ്, മറ്റതാണ് മറിച്ചാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ പറയും. അല്ലെങ്കിൽ പലവരും പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട്, ഇതൊന്നും എടുത്ത് എല്ലാവരും ഒന്ന് റിയാക്ട് ചെയ്തിരുന്നെങ്കിൽ ഒന്ന് ഫെയിം ആകായിരുന്നു. പക്ഷേ നമ്മളൊരു ഫെയിമിൽ നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഈ റിയാക്ഷൻ വീഡിയോസ് വന്നിട്ട് അല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ കുറച്ച് നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ പറയും ഇവന്മാർക്കൊന്നും വേറെ പണിയില്ല, ഇവന്മാരുടേതായി കണ്ടന്റ് ഇല്ല എന്നുള്ളത്. ആക്ച്വലി ഞാനാണെങ്കിൽ ശരിക്കും എനിക്ക് റിയാക്ഷൻ വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് റിയാക്ഷൻ വീഡിയോയിലേക്ക് വന്നൊരു വ്യക്തിയല്ല ഞാൻ ആക്ച്വലി എൻ്റെ വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് റീച്ചും കാര്യങ്ങളൊക്കെ കുറവായതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചു എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ റിയാക്ഷനും കൂടെ ഇൻ ബിറ്റ്വീൻ ചെയ്തു പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചെയ്യുന്ന ഒരാളാണ്. അല്ലാതെ ഈ ഒരു ചാനൽ ഫുള്ളി റിയാക്ഷൻ മാത്രമായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. ഇപ്പോൾ ഈ നിങ്ങൾ പറഞ്ഞല്ലോ കണ്ടന്റ് ചെയ്യുന്ന ഒരാളുടെ അല്ലെങ്കിൽ അവരുടെ ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ആൾക്കാരുടെ അവർ ഓൺ കണ്ടന്റുകളാണ് ഇടുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളും ഓൺ കണ്ടന്റ് തന്നെയാണ്. കാരണം നിങ്ങളുടെ ഒരു വീഡിയോ കണ്ടു, അപ്പം
നമുക്കൊരു വീഡിയോ കണ്ടെന്ന് വെച്ചിട്ട് ആ വീഡിയോനെ എടുത്ത് ചുമ്മാ അങ്ങ് റിയാക്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തുണ്ട് അങ്ങനെയുണ്ട്, നമ്മൾ അത്രയും ബാക്ക്ഗ്രൗണ്ടിൽ പണിയെടുത്തിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്കൊരു സംഭവം കണ്ടു കഴിയുമ്പം നമുക്കതിനെക്കുറിച്ച് സംസാരിക്കണം. അത് ഓരോരുത്തരുടെ കഴിവുകളാണ്. ഓക്കെ, മനസ്സിലായോ? നിങ്ങൾക്കിപ്പോൾ വ്ളോഗ് ചെയ്യുന്ന ആൾക്കാർക്ക് അതൊരു കഴിവാണ്. കാരണം ഗൈസ് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുകയാണ് അല്ലെങ്കിൽ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ വ്ളോഗ് ചെയ്യുമ്പം അതൊരു കഴിവാണ്. ഗൈസ് ഞങ്ങൾ ഇന്നിവിടെയാണ് നിൽക്കുന്നത്, ഇവിടെ ഇന്ന് മഴയുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഇവിടുത്തെ ഈ പ്രത്യേകത ഇങ്ങനെയാണ്, അതൊരു കഴിവാണ്. അതുപോലെ തന്നെ എല്ലാം ഒരു കഴിവാണ്. ആ ഒരു സാധനം കാണുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള സംഭവങ്ങൾ മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമുക്ക് തോന്നിയ കാര്യങ്ങൾ പറയുക, അല്ലെങ്കിൽ ക്യാമറയ്ക്ക് മുന്നിൽ വന്നിരുന്ന് പറയുക, എല്ലാം കഴിവുകളാണ്. എല്ലാം ഓരോ ടൈപ്പിലുള്ള കണ്ടന്റുകളാണ്. കുറേ ആൾക്കാർ ഇങ്ങനെ കിടന്ന് പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഓരോരുത്തർ, ഇപ്പോൾ ഈവൻ ഞാനാണെങ്കിൽ പോലും പബ്ലിക്കിലേക്ക് ഒരു സംഭവം ഇട്ട് കഴിഞ്ഞാൽ അവിടെ പോസിറ്റീവ് പറയുന്ന ആൾക്കാരും നെഗറ്റീവ് പറയുന്ന ആൾക്കാരും ഉണ്ട്. ഇവരെ രണ്ടുപേരും പറയുന്നത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ പബ്ലിക്കിൽ ഒരു കണ്ടന്റ് ഇടാനിരിക്കാവുള്ളൂ. ഓക്കെ, അല്ലാതെ നിങ്ങൾ പബ്ലിക്കിൽ ഒരു സംഭവം കൊണ്ടിട്ടിട്ട് എല്ലാവരും എന്നെ പോസിറ്റീവ് പറയണം, അല്ലെങ്കിൽ ഞാൻ ഇതിനെ എന്തിനെ നോക്കിക്കാണുന്നു ആ ഒരു രീതിയിൽ എല്ലാവരും കാണണമെന്ന് പറയുന്നതിനോട് ഞാൻ ഒരിക്കലും യോജിക്കുന്നുമില്ല. ആൻഡ് ഓൾസോ ഇവർക്ക് വന്ന പല കമൻറ്റുകളും ഉണ്ട്. അത് കമൻറ്റ് ഇട്ടവരെ അവിടെ ചെന്ന് അടിക്കാൻ വേണ്ടി നമുക്ക് തോന്നുകയും ചെയ്യും. എന്ന് വെച്ച് ഞാൻ ഈ നെഗറ്റീവ് കമൻറ്റ് ഇട്ടവരെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുകയല്ല ചെയ്യുന്നത്. ഗൈസ്, ഞാൻ ആസ് എ വ്യൂവർ എന്ന് പറയുന്ന രീതിയിൽ ഞാൻ നിന്നുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. സോ അടുത്തൊരു ക്ലിപ്പ് കാണാം. എന്താ ചിലരുടെയൊക്കെ ഒരു വിചാരം ഈ ഫോട്ടോഷൂട്ട് ചെയ്യുന്നവരൊക്കെ അങ്ങ് മോശക്കാരാണ്. മോശമല്ല, ഇങ്ങനെ പച്ചയായിട്ട് പറഞ്ഞാൽ വേശ്യകൾ എന്നുള്ള രീതിയിൽ കമന്റ് വന്നിട്ടുണ്ട്. അല്ല, അങ്ങനെയാണ് ചിലരുടെ വിചാരം. ഇതിപ്പോ നമ്മൾ മാത്രം ലൈഫിൽ ആദ്യമായിട്ട് ചെയ്തൊരു സംഭവമായിട്ടാണ് കാണുന്നത്. നിങ്ങൾ ഈ ഒരു ജനറേഷനിലൊക്കെ ജീവിക്കുന്നവരാണോ? വന്ന രസകരമായിട്ടുള്ള നല്ല കിടിലമായിട്ടുള്ള കുലച്ചേട്ടന്മാരും ഇട്ടിരിക്കുന്ന കുറച്ച് കമന്റ്സ് രസകരമായിട്ട് നമ്മൾ ഫണ്ണായിട്ട് കണ്ടിട്ട് വിട്ട കുറച്ച് സാധനമാണ്. റെസ്പെക്ട് മം ബട്ട് ദിസ് ഈസ് ഓവർ. കുറച്ചൊക്കെ നാണോ മാനവും വേണം. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. നാണോ മാനോ വേണ്ടത് അല്ല, ഇത് വയറ് ഇത്രയും പോർഷൻ ഒരു സ്ത്രീയുടെ ഇത്രയും പോർഷൻ എന്ത് നാണോ മാനോ ആണ് നിങ്ങൾക്ക് വേണ്ടത്? അല്ല, ഇത് ഇപ്പൊ കാണാൻ പാടില്ലാത്ത സാധനമായിട്ട് എന്താണുള്ളത്? അത് ഇവളുടെ ഈ രണ്ട് സാധനം ഓപ്പൺ ചെയ്തിട്ടോ, അല്ലെങ്കിൽ താഴെ ഇവളുടെ പ്രൈവറ്റ് പാർട്ട് ഓപ്പൺ ചെയ്തിട്ടോ, ഈ ഒരു വയറെന്ന് പറയുന്ന പോർഷനിൽ എന്ത് നാണോ മാനോ? വേണ്ട. ഇത് കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? എൻ്റെ വയറാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് തോന്നാത്തവർക്ക് ഇത് കാണുമ്പോൾ എന്തുകൊണ്ട് ഒരു കുഞ്ഞു കിടക്കുന്ന വയറ് കണ്ടിട്ട് എന്തുകൊണ്ട് തോന്നുന്നു? ഒരു പുരുഷന്റെ വയറിൽ ഈ പോർഷനിൽ 6 പാക്ക് ഒന്നും അല്ല കേട്ടോ, ഫാമിലി പാക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി അതിൻ്റെ താഴെ കമൻറ്റ് ഈ അവൻ്റെ വയറ് കൊള്ളൂല പറയുള്ളൂല എന്ന് പറഞ്ഞിട്ട് വരരുത്. ഇത് നോർമലായിട്ടുള്ളൊരു വയറ്. ഇത് കണ്ടിട്ടൊന്നും തോന്നാത്ത ഒരു ആൺകുട്ടി ഷർട്ടുമില്ലാതെ 6 പാക്കും കാണിച്ച് ഫുൾ ബോഡിയും കാണിച്ച് വീഡിയോ ഇട്ടാൽ പ്രശ്നമില്ലാത്തവർക്ക് എന്തുകൊണ്ട് ഒരു പെൺകുട്ടിയുടെ വയറ്, അതും ഒരു കുഞ്ഞ് കിടക്കുന്ന വയറ് കാണുമ്പോൾ എന്തുകൊണ്ട് ഇവനൊക്കെ ഇത് തോന്നുന്നു എന്നാണ് എനിക്ക് ഡൗട്ട്. ഇവനെന്നല്ല, ഇവളുമാർക്ക്. കാര്യം ഏറ്റവും കൂടുതൽ വരുന്ന കമൻസ് പെൺകുട്ടികളാണ്, പെണ്ണുങ്ങളാണ്, അതും കുലസ്ത്രീകളായിട്ടുള്ള കുറേ പെണ്ണുങ്ങൾ. പിന്നെ ഇഷ്ടമുണ്ടായിരുന്നു, ഇപ്പോൾ അത് പോയി കിട്ടി. നിങ്ങളുടെ ഇഷ്ടം ആർക്ക് വേണം? നിങ്ങളുടെ ഇഷ്ടം വേണ്ട. കാര്യം നിങ്ങളൊക്കെ തന്നെ നെഗറ്റീവ് അടിച്ച് ഒരുപാട് പ്രാവശ്യം നെഗറ്റീവ് അടിച്ച് അങ്ങനെ ഇഷ്ടപ്പെടുന്നവർ കുറച്ച് ആൾക്കാർക്കുള്ളൊരു സാധനമാണ് കേട്ടോ. നമ്മൾ ആദ്യം വിചാരിക്കും, അല്ലെങ്കിൽ ആദ്യമൊക്കെ വീഡിയോ നമ്മളെ സപ്പോർട്ട് ചെയ്യണം, നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ, എന്നിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പറയും നിൻ്റെയൊക്കെ ഇഷ്ടം ആർക്ക് വേണം, അല്ലെങ്കിൽ നിനക്കൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടാൽ മതി എന്നുള്ളത്. നിങ്ങൾ വിചാരിക്കുക, നിങ്ങൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഈ ഒരു യൂട്യൂബിൻ്റെ പൈസ കൊണ്ടോ അല്ലെങ്കിൽ പൈസ കൊണ്ട് നിങ്ങൾ ഒരു നേരമെങ്കിലും കഞ്ഞി കുടിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. അത് ബിക്കോസ് ഓഫ് നിങ്ങൾ കണ്ടന്റ് ഇട്ടു അല്ലേ, നിങ്ങളൊരു അടിപൊളി കണ്ടന്റ് ഇട്ടു, നിങ്ങൾ അടിപൊളി ഡാൻസറാണ്, അതെല്ലാം ഞാൻ സമ്മതിക്കുന്നു. അതുകൊണ്ടാണ് മറ്റുള്ളവർ അത് കാണുന്നത് എന്നുള്ളത്. പക്ഷേ ഈ ഓരോ ആൾക്കാർ കണ്ട് അല്ലെങ്കിൽ കാണുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് പൈസ കിട്ടുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കുക. സോ എന്തായാലും നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ IT-യിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പം എനിക്ക് ആ ഒരു ലാപ്ടോപ്പ് അല്ലെങ്കിൽ എനിക്ക് ആ ജോലി തന്ന ആ കമ്പനിയോട് എനിക്കൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. ഓഫ് കോഴ്സ് എനിക്കുണ്ട്. ഞാൻ ചെയ്യുന്ന ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കമ്പനിയോട് എനിക്ക് കുറച്ച് കമ്മിറ്റ്മെൻറ്റ്സും കാര്യങ്ങളും ഉണ്ട്. കാരണം ഞാൻ പണി ചെയ്തിട്ടാണെങ്കിലും എനിക്ക് അവിടെ പൈസ തരാൻ ഒരാൾ വേണം എന്നുള്ളത്. സോ അതുപോലെ തന്നെ നമ്മൾ യൂട്യൂബിൽ വീഡിയോ ചെയ്യുമ്പോഴത്തേക്കാണെങ്കിലും നമ്മുടെ ഒരു വീഡിയോ ആണെങ്കിൽ പോലും കാണുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അത് ലൈക്ക് ചെയ്യുന്ന ആൾക്കാർ, സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ, സ്നേഹം തരുന്ന ആൾക്കാർ, ഇപ്പം
ഒരു എന്താ പറയുക, ഒരു സീരിയൽ കാണുക, ഒരു അമ്മ ഇരുന്ന് സീരിയൽ കാണുക, ഒരു അമ്മൂമ്മ ഇരുന്ന് കാണുക. ഇപ്പം നമ്മളൊക്കെ കാണുമ്പോൾ നമ്മൾ ആ ഒരു റിയാലിറ്റിയിലാണ് ചിലപ്പോൾ കാണുന്നത്. അതെ, ഇതൊരു സീരിയലാണ്, അവനൊരു ആക്ടറാണ് എന്നൊരു രീതിയിൽ. പക്ഷേ നമ്മളൊക്കെ ചില പ്രായം ചെന്ന അമ്മമാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുള്ള കഥാപാത്രങ്ങളെ അവരുടെ സ്വന്തം മക്കളായിട്ടും സ്വന്തം കൊച്ചുമക്കളായിട്ടും ഒക്കെ കരുതുന്നവരുണ്ട്. പക്ഷെ അത് എന്താ പറയുക, അത് അവരുടെ ആ ഒരു സ്നേഹമാണ്. ചിലപ്പോൾ ആ ഒരു സ്നേഹത്തിൽ പറയുന്ന ആൾക്കാരും കാണും. സോ അത് എത്രത്തോളം നിങ്ങളുടെ വ്യൂവേഴ്സിനെ ഹേർട്ട് ചെയ്യും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ആൻഡ് ദിയ കൃഷ്ണ ഇതുപോലെ ലൈക്ക് അവരുടെ ഒരു സംഭവമാണ് പറഞ്ഞത്. അതായത് ഞാനിങ്ങനെ കാണുന്നു എന്ന് പറഞ്ഞ് എത്ര ആൾക്കാരാണ് ഇറങ്ങിപ്പോയതെന്നറിയാം, ഒരു 20,000 സബ്സ്ക്രൈബേഴ്സ്. സോ ഇവിടെയും നമുക്ക് കാണാൻ കഴിയുന്നത് അവരുടെ സബ്സ്ക്രൈബേഴ്സിനൊരു വിലയും ഇല്ല, അവർ വില കൊടുക്കുന്നില്ല. ഞങ്ങൾ എന്തായാലും വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 1 ലക്ഷം 2 ലക്ഷം വ്യൂസ് കിട്ടും. സോ അതിനിപ്പോൾ ഒരാൾ പോയാൽ ഇവർ പോയാൽ ഞങ്ങൾക്ക് എന്ത് വേണമെന്നുള്ളവർ കണ്ടാൽ മതി. അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ഇസ് നോട്ട് ഗുഡ്. മുണ്ടും സാരിയും അല്ലെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം. നിങ്ങൾ ഇവരെയൊക്കെ മക്കളെ കുറിച്ചൊക്കെയാണ് ഞാൻ ആലോചിക്കുന്നത്. ഇനി വരുന്ന വളർന്നു വരുന്ന ലൈഫാണ്, ഇനി വളർന്നു വരുന്ന കാലഘട്ടത്തിൽ ഇവർ എന്ത് ഇപ്പൊ ഇവർ ചുരിദാർ ഇടുന്നതാണോ? ചുരിദാർ ഈസ് പിന്നെ എന്താ ഇന്ത്യൻ കൾച്ചർ ഡ്രസ് ആണോ? ലെഗിൻസ് ഇന്ത്യൻ കൾച്ചർ ഡ്രസ് ആണോ? ജീൻസ് ഇന്ത്യൻ ഇട്ടിരിക്കുന്ന ജീൻസ് ഇന്ത്യൻ കൾച്ചർ ആണോ? ഇന്ത്യൻ കൾച്ചർ ആണെങ്കിൽ ഒരു കാര്യം ചെയ്യും, മുണ്ടും സാരിയും അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, പിന്നെ ഇപ്പൊ 1.5 വയസ്സുള്ള ഒരു കൊച്ചിനെ തമിഴ്നാട്ടിലൊരു മറ്റവൻ തലക്കിടിച്ച് കൊന്നു. ആ കൊച്ചിന്റെ ഡ്രസ്സിങ്ങിന്റെ പ്രശ്നം കൊണ്ടാണോ ആ കൊച്ചിനെ ഈ തലക്കിടിച്ച് ഇത്രയും ഇതാക്കി റേപ്പ് ചെയ്ത് കൊന്നത്? ഞാൻ ചോദിക്കുന്നതാണ്. ഒരു ജസ്റ്റ് മെറ്റേണിറ്റി ഷൂട്ട് കണ്ടിട്ടാണ് നിങ്ങൾ ഇങ്ങനത്തെ കമന്റ്സുകൾ ഇടുന്നത്, ആലോചിക്കണം. അടുത്തത് ഇങ്ങനത്തെ ഫോട്ടോ എടുത്തിട്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഗർഭിണിയാവുക എന്നത് ഒരു ഭാഗ്യമാണ്. ഓക്കെ, സമ്മതിച്ചു. ഓക്കെ, ആ കമന്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഗർഭകാലത്തെ ഒരു പവിത്രതയാണ് ഈ ഗർഭകാലത്തിന്റെ ഒരു പവിത്രത ഈ ഫോട്ടോഷൂട്ട് കൊണ്ട് കളഞ്ഞു കിട്ടി. എന്താണ് ഈ പവിത്രത? എന്തുകൊണ്ട്, എങ്ങനെ കളഞ്ഞു കുളിച്ചു എന്നാണ് നിങ്ങൾ? തൻ്റെ ഭാര്യയുടെ വയറ് നിനക്ക് എങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ തോന്നുന്നു? കഷ്ടം, കാശിന് വേണ്ടി ഇങ്ങനെയുണ്ട്. ഞാൻ ചോദിക്കട്ടെ, 10 ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ കാശ് കിട്ടുമെന്ന് നിന്റെ അടുത്ത് ആരാ പറഞ്ഞേ? ഇതാണ് ഇവരുടെ വിചാരം. 10 ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ ലക്ഷപ്രഭുക്കളാണ്. എൻ്റെ പൊന്ന് മഹിരന്മാരെ ഉള്ള കാര്യം പറയാം, 10 ഫോട്ടോ ഇട്ടു എന്ന് പറഞ്ഞ് പൈസ തരാൻ ഫേസ്ബുക്കോ അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന യൂട്യൂബോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമോ, മനസ്സിലായില്ലേ? 10 ഫോട്ടോ ഇട്ടിട്ട് അതുമല്ല ഭാര്യയുടെ വയറ് പ്രദർശിപ്പിക്കാൻ എങ്ങനെ തോന്നുന്നു? പ്രദർശിപ്പിച്ച് പൈസ ഉണ്ട്. അല്ല, ഇത് ഞാൻ വേറൊരു കാര്യം കൂടെ ചോദിക്കട്ടെ, ഞാനാണോ ഡിസൈഡ് ചെയ്യേണ്ടത് ഇവൾ എന്ത് ഡ്രസ്സ് ഇടണമെന്ന്? ഡ്രസ്സ് ചൂസ് ചെയ്തതും അതുപോലെ അല്ല, ഇവളുടെ ഡ്രസ്സിങ്ങിൽ കയറി അഭിപ്രായം പറയാൻ ഞാൻ ആരാണ്? എൻ്റെ അമ്മയുടെ ഡ്രസ്സ് ഞാൻ കയറിയിട്ട് ഇത് അങ്ങനെ. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് ഇപ്പം ഇത്രയും നെഗറ്റീവ്സ് നിങ്ങൾക്ക് കിട്ടിയപ്പം അത് നിങ്ങൾക്കൊരു ഭയങ്കര ഇതാണ്. പക്ഷേ നിങ്ങൾ ഇവിടെ ഇരുന്ന് ഇത്രയും ബാഡായിട്ടുള്ള കുറേ വേർഡ്സ് യൂസ് ചെയ്യുമ്പം അത് നിങ്ങളുടെ കുഞ്ഞാണ് കേട്ടോണ്ടിരിക്കുന്നത്. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അതാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ കുഞ്ഞിൻ്റെ നിങ്ങൾക്ക് റിയാക്ട് ചെയ്യാം, പക്ഷേ നിങ്ങളുടെ കുഞ്ഞിൻ്റെ അടുത്തു നിന്നൊന്ന് മാറിയിരുന്ന് അല്ലെങ്കിൽ ആ സ്ത്രീയെ ഒന്ന് മാറ്റിയിരുത്തി അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫിനെ ഒന്ന് മാറ്റിയിരുത്തിട്ട് നിങ്ങൾക്ക് റിയാക്ട് ചെയ്തുകൂടെ? കാരണം ആ വയറ്റിൽ കിടന്ന് ആ കുഞ്ഞാണ് ഇത് കേട്ടോണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഇതെല്ലാം കേട്ട് വളരാൻ പോകുന്നത് ആ കുഞ്ഞാണ്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഓക്കെ. പിന്നെ ഇവിടെ പറയുന്നുണ്ട്, ഫോട്ടോസ് ഇട്ട് കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ നിന്നും ഇൻസ്റ്റഗ്രാമിൽ നിന്നും ആൻഡ് ഓൾസോ യൂട്യൂബിൽ നിന്നും പൈസ കിട്ടത്തില്ല. ഫേസ്ബുക്കിൽ ഫോട്ടോയ്ക്കാണ് പൈസ കിട്ടുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, ഏറ്റവും കൂടുതൽ റവന്യൂ ഫേസ്ബുക്കിൽ ഫോട്ടോയ്ക്കാണ് കിട്ടുന്നത്, അല്ലാതെ വേറെ ഒന്നിനുമല്ല. ഓക്കെ, അത് മനസ്സിലാക്കുക. സോ എന്തായാലും ഈ ഒരു വീഡിയോ ഗൈസ് ഇത്രയൊക്കെ എനിക്ക് മെയിനായിട്ട് പറയാനായിട്ടുള്ളൊരു സംഭവം ഞാനിന്ന് ചുരുക്കി പറയാം. അതായത് ഇവർ ഒരുപാട് പേര് ഭയങ്കര നെഗറ്റീവായിട്ടും അങ്ങനെ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയൊന്നും പറയാൻ പാടില്ല. സോ അവർ അതിന് റിയാക്ട് ചെയ്തതിനൊന്നും ഞാൻ ഒന്നും പറയുന്നില്ല. പക്ഷേ ആ ഭാര്യേനെ, ആ വയറ്റിൽ കുഞ്ഞുള്ള ആ ഒരു ഭാര്യ, നിങ്ങളുടെ വയറ്റിൽ കുഞ്ഞുണ്ട്, അപ്പോൾ ആ കുഞ്ഞിനെ പറഞ്ഞ പോലെയാണ് നിങ്ങൾക്ക് തോന്നുന്നത്. അത്രയും ദേഷ്യവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ എന്നിട്ടും നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഭാര്യനെ അടുത്തിരുത്തിക്കൊണ്ട് നിങ്ങളിങ്ങനെ പറയുമ്പോൾ അതും ഇതും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. ഓക്കെ, നിങ്ങൾക്ക് തന്നെ ഇതിനു വേണ്ടി റിയാക്ട് ചെയ്യാമായിരുന്നു, പക്ഷെ ഒരിക്കലും ഭാര്യനെ അടുത്തെത്തി. ആൻഡ് ഓൾസോ ഗർഭിണികൾ ഒരിക്കലും ഈ കമൻസ് ഒന്നും വായിക്കാൻ പോകരുത്. കാരണം വായിച്ചിട്ട് അവരുടെ മനസ്സിലുണ്ടാകുന്ന ഓരോ സംഭവങ്ങളും ആ കുഞ്ഞിനെ അഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വീഡിയോ ഇടുക, നിങ്ങൾക്ക് അതാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾ വീഡിയോ ഇടുക, പോവുക.
ആഫ്റ്റർ ഡെലിവറി നിങ്ങൾക്കത് കാണാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് അത് വായിക്കട്ടെ, അതിന് റിപ്ലൈ കൊടുത്തോട്ടെ, നിങ്ങളത് നോക്കാൻ പോകണ്ട. പിന്നെ ഫോൺ യൂസസ് ഒക്കെ ഭയങ്കര കുറയ്ക്കുന്നത് വളരെ നല്ലതാണ്. അതായത് പ്രഗ്നൻ്റ് ആകുമ്പോൾ തന്നെ നമ്മളത് കുറയ്ക്കുന്നതാണ് നല്ലത്. പിന്നെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അതൊക്കെയാണ് എനിക്കിവിടെ പറയാനുള്ളത്. പക്ഷേ കമൻ്റ് ഇട്ടവരെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല ഒരിക്കലും. അവർക്കിഷ്ടമുള്ളത് അവർ ചെയ്യട്ടെ. എന്തിനാണ് നിങ്ങൾ കമൻ്റ് ഇടാൻ പോകുന്നത്? ഓക്കെ, നിങ്ങൾക്ക് മാന്യമായ രീതിയിലുള്ള കമൻറ്റുകൾ ഇടാം, അതിന് ആരും ഒന്നും പറയുന്നില്ല. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കുഞ്ഞിരിക്കുമ്പോൾ ഇനിയെങ്കിലും ആ കുഞ്ഞിനെ വെച്ചിട്ട് ഇങ്ങനെയുള്ള തെറിയും കാര്യങ്ങളും ഒക്കെ പറയാതിരിക്കുക. സോ അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, അതാണ് എനിക്ക് പറയാനുള്ളത്. സോ എന്തായാലും ഗൈസ്, അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഓടി വരാം. പിന്നെ നമുക്ക് കുറേ നല്ല അപ്ഡേറ്റ്സുകളൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ ഞാൻ എന്തായാലും തരാം. സോ ഹാപ്പിയാണ്. അപ്പോൾ ആ ഒരു കുറച്ച് റീസണൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഒരു 3 days ഞങ്ങൾ വീഡിയോസും കാര്യങ്ങളും ഒന്നും ഇടാത്തത്. സോ എന്തായാലും ആ ഒരു വിശേഷമൊക്കെ ആയിട്ട് ഞാനൊരു പേഴ്സണൽ വ്ലോഗൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. സോ നമ്മുടെ ചാനൽ ഇതുവരെ കാണാതെയാണ് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക ആൻഡ് ഹൈപ്പൊക്കെ ചെയ്യുക. സോ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ ഓടി വരാം. അതിലേക്ക് മിറ്റ്സ് മീ ചാനൽ സൈനിങ് ഓഫ്. ബൈ.